നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗവർണർക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സച്ചിൻ ദേവ് MLA. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ CPM MLA കോടതിയെ സമീപിച്ചു. VC ഡോക്ടർ മോഹൻ കുന്നുമലിന് പുനർനിയമനം നൽകിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്താണ് ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സെർച്ച് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചു വേണം VC നിയമനം നടത്താനെന്ന UGC ചട്ടം ഗവർണർ ലംഘിച്ചെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഹർജി തീർപ്പാകും വരെ ആരോഗ്യ സർവകലാശാല VC പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഡോക്ടർ മോഹനെ മാറ്റി നിർത്തണമെന്നും ആവശ്യമുണ്ട്. വിനോദയാത്രയ്ക്കെത്തിയ ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. 11 പേർക്ക് പരിക്ക്. വയനാട് വൈത്തിരിയിൽ ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. ഇന്ന് പുലർച്ചെ 3:30 ബസ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കർണാടകയിലെ കുശാൽ നഗറിൽ നിന്നുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുശാൽ നഗറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. 45 വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 9 അധ്യാപകരും ഒരു കുക്കും ബസ്സിലുണ്ടായിരുന്നു. വിനോദയാത്രയ്ക്കെത്തിയ KPSR നള്ളി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് ശബരിമല തീർത്ഥാടകരുടെ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 30ഓളം പേർക്ക് പരിക്ക്. കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. സേലം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശക്തമായ ഭൂചലനം. വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി ജനങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ശക്തമായ ഭൂചലനത്തിൽ പരിഭ്രാന്തരായി നാട്ടുകാർ. ഇന്ന് പുലർച്ചെ 7:27 തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂചലനമാണിതെന്ന് അധികൃതർ അറിയിച്ചു. ഹൈദരാബാദിന്റെ ചില പ്രാന്തപ്രദേശങ്ങളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. വിജയവാഡയിലെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. ഗോദാവരി നദീതീരമാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ ആളപായവും നാശനഷ്ടങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടില്ല. പലയിടങ്ങളിലും ശക്തമായ പ്രകമ്പനമാണ് ഉണ്ടായത്. ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ തുടരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവിന് ബന്ധുക്കളുടെ മർദ്ദനമേറ്റ് ദാരുണാന്ത്യം. ആറാട്ടുപുഴ പെരുമ്പള്ളി പുത്തൻപറമ്പിൽ നടരാജന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഭാര്യ വീട്ടിലെത്തിയ വിഷ്ണുവിനെ ബന്ധുക്കൾ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. വിഷ്ണുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1.5 വർഷമായി ഭാര്യ വിഷ്ണുവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. ഇവർക്ക് 4 വയസ്സുള്ള കുട്ടിയുമുണ്ട്. ഈ കുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ ഏൽപ്പിക്കുന്നതിനായാണ് വിഷ്ണു എത്തിയത്. ഇതിനിടെയാണ് ഭാര്യയുടെ ബന്ധുക്കൾ വിഷ്ണുവുമായി തർക്കമുണ്ടാവുകയും അരമണിക്കൂറോളം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. മർദ്ദനത്തിനൊടുവിൽ വിഷ്ണു കുഴഞ്ഞു വീണു. പിന്നാലെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു.